അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. ഇത് മറ്റേ ഒരു വാലി വ്യൂ കിട്ടുന്നില്ല എനിക്ക്. ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇന്ന് കുറച്ച് എനർജി തന്നെയാണ്, കുറച്ച് എനർജി വേണ്ട ഒരു ദിവസം കൂടിയാണെന്ന്. ഇന്ന് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് പുഴക്കരയിലൊന്നല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചെറിയൊരു ഗ്രൗണ്ടിലാണ്. അതാ ഈ ചെറിയൊരു ഗ്രൗണ്ടാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് ഈ ഒരു കാട്ടിലൂടെ നടന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്പോട്ട് കിട്ടും എന്നാണ് പറഞ്ഞത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട്. ഇത് അപ്പം അവൻ പറഞ്ഞു തന്നത് പ്രകാരം നമ്മളിങ്ങനെ വഴിയിൽ നോക്കി പോവുകയാണ്. ഞാൻ ഇവിടേക്ക് വന്നിട്ടില്ല, എനിക്കറിയില്ല ഈ ഒരു സ്ഥലം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. പറയുമ്പോൾ ഇത് എൻ്റെ വീടും ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വലിയ ദൂരമൊന്നുമില്ല, ചെന്നാൽ പോലും ഞാൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അവൻ പറയുന്നത് നിനക്ക് സൺസെറ്റും സൺറൈസും ഒരു സ്ഥലത്ത് കടന്നാൽ തന്നെ കിട്ടും എന്നാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമാണ്. അപ്പം അത്തരത്തിലുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താനും മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം തീർച്ചയായിട്ടും അത് നിങ്ങൾ കമൻറ്റ് ചെയ്തണം. അതൊക്കെയാണ് നമുക്ക് ഇത്തരത്തിൽ വീഡിയോ ചെയ്യാനുള്ള എനർജി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തെന്നും ലൈക്ക് അടിക്കുമെന്നും സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു മല കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളക്കേനാണ് അവിടെ വെച്ചേക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ ഇൻട്രോ തുടങ്ങാമെന്ന് കരുതി. വേറെ ഒന്നല്ല, ഈ മല എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ഇവിടെ താഴത്തെ ആളുകളൊക്കെ വിറക് കൂട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മേലേക്കൊക്കെ വിറകെടുക്കാൻ ഇപ്പോൾ ഇതിലൊരു ചേട്ടൻ ഇതുവഴി ഇങ്ങനെ പോയിട്ടോ. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ റിട്ടേൺ വരുമ്പോൾ ഇതുവഴി ഇറങ്ങരുത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ പന്നികൾ ധാരാളമായിട്ടുണ്ട്. ഒരു മലൻ്റെ ചുറ്റും ഭാഗങ്ങളിലൊക്കെ ആയിട്ട് പന്നികളുണ്ട്. അപ്പോൾ ഇവിടെ മലയ്ക്ക് മുകളിലും ചെറിയ ചെറിയ കാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവയുടെ ശല്യം ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ എന്താ വിഷയം വെച്ചാൽ 2 വഴി, ഇതുവഴിയും ഉണ്ട്, ഒരു വഴി ഇതുവഴിയും ഉണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഇതിലേ പോയത് ഒരു പറഞ്ഞു ഇതുവഴി പോരുവാണെങ്കിൽ നിനക്ക് ചിലപ്പോൾ സിമ്പിളായിരിക്കാം എന്നുള്ളതാണ്. റബ്ബർ കൂടിയാണെന്ന് പറഞ്ഞു. ഇതിൽ പോവുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് നേരെ പോകാനാണ്. അപ്പോൾ ഞാനിപ്പോൾ അവൻ പറഞ്ഞതുപോലെയാണ് ഞാൻ പോകുന്നത്. നേരെ പോവാം എന്ന് തന്നെ കരുതി ഞാൻ നേരെ നീങ്ങോട്ടാ. പന്നി, അതുപോലെ തന്നെ ജാക്കോളുകൾ, പിന്നെ മുള്ളം പന്നി, കാട്ടുകോഴി തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മയിലുകൾ, ധാരാളമായിട്ട് മയിലുകളും ഉണ്ട്. പിന്നെ ചെറിയ സസ്തനികൾ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ പേടിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. ഈ പറഞ്ഞതുപോലത്തെ പന്നിയൊക്കെ നമ്മൾ രാത്രിയൊക്കെ എങ്ങാനും റിട്ടേൺ ഇറങ്ങുമ്പോൾ അവരെ മാത്രം പേടിച്ചാൽ മതി, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഞാനങ്ങനെ എത്തിയിട്ടുള്ളത് ഒരു പാറയുടെ മേലെയാണ്. ഇവിടെയൊക്കെ തന്നെ ആളുകൾ വന്നിരിക്കുന്നതും അതുപോലെ തന്നെ വിറകുണ്ടാക്കിയതിൻ്റെ ഒക്കെ അടയാളങ്ങൾ കാണാം നമുക്ക്. ആ ചവിട്ടുവഴിയാണ് ഈ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചവിട്ടുവഴികൾ പിടിച്ചിട്ട് പോകാനാണ് അവൻ എന്നോട് പറഞ്ഞത് കേട്ടോ. നമ്മളുടെ കയ്യിൽ എന്താ പറയുക, വെള്ളം, സ്ലീപ്പിംഗ് ബാഗും കയ്യിലാണ്. ടെൻറ്റ് ബാഗിനകത്ത് ഞാൻ കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ബാഗിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ ഈ ഒരു വഴീനെ, ഇങ്ങനെ ആളുകൾ നടന്നിട്ടുണ്ടാവുന്ന ഈ വഴീനെ പറയുന്ന പേരാണ് ചവിട്ടുവഴി എന്നിട്ടാ. അതുപോലെ തന്നെ ഈ മലയുടെ മുകളിൽ ഞാൻ നടന്ന് കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു പൂവാണ് ഈ ഒരു പൂവ്. ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, അതിലൊക്കെ താഴെയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ നാടിനടുത്തുള്ള എല്ലാ മലയും കുന്നും പാടവും പറമ്പും പുഴയും തോടും എല്ലാം ഞാൻ ക്യാമ്പ് ചെയ്ത് സ്വന്തമാക്കുന്നതാണ്. ഏതാണ്ട് നമ്മൾ കേരളം തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആവാറായിട്ടാണ്. 10 മിനിറ്റ് ആയിട്ട് നമുക്ക് എവിടേക്കും എത്തിയിട്ടില്ല. ഇവിടെ വേറെ കുറേ മന്ദാരം പോലത്തെ ഒരുപാട് ചെടികളും അതുപോലെ തന്നെ പിന്നെ പുല്ലാണിച്ചെടി, അങ്ങനെ ഒരുപാട് ചെടികൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ചെടി. ഇത് ഒരു എന്താ പറയുക, പുളിയിലയാണ്, ഇതിൻ്റെ മുള്ളാണത്. ഇത് നല്ല പുളിയൊക്കെയാണ്. ഇതിൻ്റെ പൂവൊക്കെ തിന്നാനൊക്കെ വേണ്ടിയിട്ടൊക്കെ പുളിയാണ്. പുളി വെണ്ടയ്ക്ക എന്നൊക്കെ പറയും, ഞങ്ങളവിടെ അങ്ങനെ പറഞ്ഞിരുന്നു. കാടിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെയെങ്കിൽ നമ്മളൊരു ഓപ്പൺ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓപ്പൺ ഏരിയ എന്ന് പറയുന്നത് റബ്ബറും തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാ റബ്ബറായ അടിപൊളിയാട്ടാ, ഇലയൊക്കെ കൊഴിഞ്ഞ് കിടക്കുവാണ്. അങ്ങ് താഴത്തുനിന്ന് നമ്മൾ കയറി വരുന്നത്. ഇപ്പൊക്കെ നല്ല കാറ്റടിക്കുന്നുണ്ട്. സണ്ണ് വഴി നോക്കി ഞങ്ങൾ റബ്ബറൈസർ പോലെ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലായി, അത്യാവശ്യം ആളുകൾ കയറുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഇതിൽ നടക്കുമ്പോൾ നമുക്ക് കേൾക്കുന്ന സൗണ്ടുകൾ എന്ന് പറയുന്നത് ഇവിടുന്ന് കിളികളുടെ ശബ്ദം, നല്ല മനോഹരമായിട്ടുള്ള കിളികളുടെ ശബ്ദം കേൾക്കാം. പിന്നെ ഒന്നും കേൾക്കുന്നില്ല. പിന്നെ ഈ കാറ്റടിക്കുമ്പോൾ ഇലയുടെ ശബ്ദങ്ങളാണ്. ബാഗ് ഇപ്പോൾ കണ്ട നിങ്ങൾ വേറെ മോഡലാണ്. സ്ലീപ്പിംഗ് ബാഗൊക്കെ നമ്മൾ കെട്ടി, ഗ്രില്ല് കെട്ടി, ഒരുപാട് ഐറ്റംസ് നമ്മൾ കെട്ടിയിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെ കെട്ടി വെച്ചാൽ നമുക്ക് കൈ ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരു കയ്യിൽ വെള്ളമുണ്ട്, ഒരു കയ്യിൽ ക്യാമറയുണ്ട്. പിന്നെ നമ്മളെങ്ങനെ ഇത്
നമ്മൾ ആകെ 2 കഴിയല്ല നമുക്കുള്ളൂ. നമ്മളെന്നും മലമുകളിൽ എന്നും പുഴയിലും ക്യാമ്പ് ചെയ്ത് വെറുതെ നിങ്ങളെ ചടപ്പിക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഓരോ ദിവസം ഇടപെട്ട് ഓരോ ടൈപ്പ് ഏരിയക്ക് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വ്യത്യസ്തത, എനിക്കും തന്നെ വ്യത്യസ്തത. അതായത് നമ്മളോട് ചേട്ടൻ പറഞ്ഞിരുന്ന വഴി അതിൽ വരുവാണെങ്കിൽ ഈ റബ്ബർ കൂടെ ഇങ്ങനെ വരുന്നതായിരിക്കും. നമ്മൾ പോകേണ്ട വഴി ഇതായിരിക്കും. നമ്മളോട് കുറച്ച് ടൈറ്റ് കയറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഈ വഴിയാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനീ പറഞ്ഞതുപോലെ ഇവിടെ കാട്ടുകോഴി ഉണ്ടെന്നും പന്നി ഉണ്ടെന്നും ചാക്കോളുകൾ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാം. നമ്മളിതിന് മുമ്പ് നിന്ന മലയല്ല കേട്ടോ. ജാക്കോളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു മലയല്ലേ ഒരു മല. ഈ മല വേറെ മലയാണ്. പക്ഷേങ്കിൽ ഇവിടെ ഒട്ടുമിക്ക മലകളിലൊക്കെ തോന്നുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാണ് ജാക്കോളുകൾ ഉണ്ട് എന്നുള്ളത്. ഒടുവിൽ ഞാൻ ആ സുന്ദരമായ ആ ഒരു പാറയിലേക്ക് എത്തിയിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള സ്ഥലം. അമ്മോ എമ്മ ബിയോളിയാ. നമ്മൾ വന്ന വഴിയാട്ടത്. ഈ പാറയല്ല കേട്ടോ. ഈ പാറ അവൻ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഇതവിടെ ഇത്രയും മുമ്പ് വലിയൊരു പാറ നിനക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ആ പാറയാണ്, നീ തെറ്റിദ്ധരിക്കരുത്. അവിടെ നിനക്ക് കിടക്കാനുള്ള സ്ഥലം കിട്ടില്ല. ഓ എന്നല്ലേ സൂപ്പർ വ്യൂ പറഞ്ഞ അടിപൊളി വ്യൂ ആണ്. ഇപ്പം തന്നെ കോടയൊക്കെ ഉണ്ടോ. സൺസെറ്റ് കാണാൻ വേണ്ടി പറ്റുമെങ്കിൽ തോന്നില്ല കേട്ടാ. ഇപ്പം തന്നെ ആളെ കാണാനല്ല. ഓ ഇത് വലിയൊരു പാറയാണല്ലോ. വാ കൊള്ളാം. നല്ല തണുത്ത കാറ്റടിക്കുക. ഫ്രഷ് എയർ. ഉറങ്ങിപ്പോ. ഞാൻ വിചാരിച്ച പോലെ അല്ല. ഇവിടേക്ക് ട്രെക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടേറിയുള്ള കാര്യമാണ്. എന്താ പറയുക, വെള്ളത്തിനൊക്കെ നല്ല ദാഹമുണ്ട്. വെള്ളം കയ്യിലുണ്ട്, എടുത്ത് കുടിച്ചാൽ മതി. ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്പോട്ട് എത്തിയിട്ട് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ. പക്ഷേ ഈ ഒരു വ്യൂ ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ കയറിക്കൊണ്ടിരിക്കണേ. വേറെ വെയിറ്റ് ഉണ്ടായിട്ട് ബാക്ക് ബാഗും വെള്ളവും ഒക്കെ ഇല്ല നമ്മളെ കയ്യിൽ. പക്ഷെ എന്നാലും ആ വെയിറ്റും കൊണ്ടൊക്കെ കയറി നമ്മൾ ഇത്രയും മനോഹരമായ സ്ഥലത്തേക്ക് എത്തുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. എന്നാ കാറ്റാടാ. ഓ എന്നാ കാറ്റാ. ഇരിക്കാൻ പറ്റുക. എൻ്റെ നാട്ടിൽ ഇത്രയും നല്ല സ്ഥലമുള്ള കാര്യം എനിക്ക് അറിയില്ലെന്ന് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ എത്രയോ സ്ഥലത്ത് കൂടെ യാത്ര ചെയ്തു. പക്ഷെ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന് പറയണതാ. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ സുന്ദരമായ സ്ഥലങ്ങളുണ്ട് അല്ലേ. സൂര്യൻ ഉദിച്ചിട്ടാ. എനിക്ക് സൺസെറ്റ് ദേവി ചെയ്ത് ഇന്നേലും കാണിച്ചു തരണേ. സോറി, സൂര്യൻ ഉദിക്കല്ല, സൂര്യൻ കാർമേഘത്തിൻ്റെ അകത്തുനിന്ന് പോകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഈ പറയാവില്ലേ. ഈ പറ നോക്കാം നമുക്ക്. ഏതായാലും ഇവിടുന്ന് നീങ്ങാം. ഞാൻ വെള്ളം കുടിച്ചില്ല കേട്ടോ. ഇവിടെ ഇരുന്ന് ഈ കാറ്റട്ടിയപ്പോൾ തന്നെ ഒരു ആശ്വാസം കിട്ടിയടാ. ഭയങ്കര കാറ്റുണ്ട് ഇവിടെ. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? ഓ ഇറ്റ്സ് അമേസിങ് അമേസിങ് അമേസിങ്. ഇത് എന്താ സാധനം അറിയാം നിങ്ങൾക്ക് ചങ്ങന്മാരെ? ഇതിൻ്റെ പേരാണ് മുള്ളമ്പഴം. മുള്ളമ്പഴം എന്താ കറുത്ത് നിൽക്കുന്നത് മുള്ളുള്ളൊരു ചെടിയാണ് ഈ ഒരു ചെടി. ഇതുമ്പോൾ ഉണ്ടാവുന്നൊരു തരം കായാണത്. ഈ ഒരു കായ ഉണ്ടല്ലോ, ഞങ്ങൾ മുള്ളമ്പഴം എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പേര് പറയാറില്ല. 90s കിഡ്സിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നാട്ടിലെ ഒരു പഴമാണ് ഈ ഒരു പഴവർഗത്തിൽപ്പെട്ടൊരു കുരുവാണ്, കായയാണത്. ഇതിന് ടേസ്റ്റ് പറയുകയാണെങ്കിൽ ലൈറ്റ് മധുരം, ലൈറ്റ് പുളി, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുരുണ്ട്. ആ കുരും ഇതിൻ്റെ തൊലിയുണ്ട്. തൊലി കൂടി മിക്സ് ആകുമ്പോൾ ഒരു ചമർപ്പ് ഉണ്ടാവും. അത്തരത്തിലുള്ള ടേസ്റ്റാണ്. നമ്മൾ ധാരാളം ഉണ്ടോ. മുമ്പൊക്കെ ഇത് ധാരാളമായിട്ട് കഴിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലും ട്രൗസറിൻ്റെ പോക്കറ്റിലും പിന്നെന്താ പറയുക, ഒരു കവറ് പൊട്ടോണിൻ്റെ ഇലയിൽ ഒക്കെ നമ്മൾ ഈ ഒരു പഴം പറിച്ചിട്ട് കൊണ്ടുപോയിരുന്നു കേട്ടോ. വീട്ടിലേക്കൊക്കെ കൊണ്ടുവരും നമ്മൾ. വാ ഏതാണ്ടൊക്കെ കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കൊള്ളാം. വീണ്ടും വീണ്ടും പറഞ്ഞ മക്കളെ, നമ്മൾ ഇതുവരെ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതായത് കണ്ടേ കണ്ടേ നിങ്ങള്, അതായത് സൺറൈസ് കിടക്കുന്നത് അവിടെയാണ്. നമുക്ക് അവിടെയാണ് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടേ ഡമോ എമ്മ സ്ഥലം. ചുറ്റും നോക്കി സൺസെറ്റ് താണ്ട് ഇവിടെ. വേറെ എന്ത് വേണം. സ്വർഗം പോലൊരു സ്ഥലത്തല്ലേ നമ്മൾ വന്നിട്ടുള്ളത് ചങ്ങന്മാര്. നാടുന്ന് ചെറുകോട് എന്ന് പറഞ്ഞ സ്ഥലം. അത് വണ്ടൂരിനടുത്ത് ചെറുകോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരു ചെറുകോട് സ്കൂളിലേക്ക് ഞാൻ +1 +2 പഠിച്ചു. പക്ഷേ ഈ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വന്നിട്ടില്ല. എന്താ ചെയ്യാനാ. അതുപോലെ തന്നെ അതിലിങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ കാർമേഘത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല രസമല്ലേ. പിന്നെ അവൻ പറഞ്ഞ സ്പോട്ട് ഇത് തന്നെ കേട്ടോ. അവൻ പറഞ്ഞു എന്നോട് ഇരിക്കാൻ പറ്റുന്ന ഒരു പാറ,
അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് പാറകൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാ അതാണ് അവൻ പറഞ്ഞു നിന്നിരുന്ന സ്പോട്ട്. പക്ഷേങ്കിൽ ഈ കഴിഞ്ഞ ന്യൂ ഇയർ ഇവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്നതൊക്കെ. ഫുഡ് വേസ്റ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പേപ്പർ പ്ലേറ്റ്, പേപ്പർ ഗ്ലാസ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനിയും വഴി അതിലൊക്കെ പോകുന്നുണ്ട്, അതിലൊക്കെ നമുക്ക് പോയി നോക്കാം. ഈ വെയിറ്റ് അങ്ങോട്ട് ഇറക്കി വെച്ചാൽ ഒരു സമാധാനം. ഇല്ലൊക്കെ എത്രങ്ങാനും പ്ലാസ്റ്റിക്കാ ഇതൊക്കെ പാടെ ഒന്ന് കൂട്ടിയിട്ടാൽ തന്നെ ഒരു ലോഡ് കൊണ്ടുപോകാനുള്ള ഇവിടെ ഉണ്ടാവുമല്ലോ. സോ എന്നാ ചെയ്യൂടെ, ഞാനാണെങ്കിൽ ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല, കവറൊന്നുമില്ല എൻ്റെ കയ്യിൽ ഒന്നും കൊണ്ടുപോകാം. ആദ്യം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഈ സ്ഥലത്തിൻ്റെ ഈ ഒരു സ്പോട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് കല്ലുമല എന്നാണ്. അപ്പോൾ ഈ കല്ലുമല ഇത് ഇവിടെയൊക്കെ എന്താ പറയുക, മൊത്തത്തിൽ ഈ ഒരു പാറ ഇങ്ങനെ വികസിച്ച് കിടക്കുകയാണ്. നമുക്ക് ഈ ഒരു വഴിയിലൂടെ പോവാം. അതായത് ഈ ഒരു പാറ പൊട്ടിക്കാനുള്ള പെർമിഷനൊക്കെ പല ഭാഗങ്ങളായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇത് പൊട്ടിക്കാനുള്ള പെർമിഷൻ ഇല്ല. അങ്ങനെയാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതായത് ജിയോളജിയുടെ കണ്ടെത്തൽ എന്താ വെച്ചാൽ ഈ പാറയിൽ നിറയെ വെള്ളമാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പൊട്ടിച്ചു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. എൻ്റെ അമ്മോ, എവിടെ എത്തിയിട്ടുള്ളത്? ഇത് വീണ്ടും ഒരു പറ, അവിടെ ഒരു കുഴി, അതിലുണ്ടല്ലോ വെള്ളം. പക്ഷേങ്കിൽ ആ വെള്ളമൊക്കെ മീനുണ്ടാ, മീനോ അല്ലെങ്കിൽ തവളയാണ്, തവള തന്നെ ഉണ്ടാവുള്ളൂ. ഇതിലൊക്കെ പ്ലാസ്റ്റിക്, ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ന്യൂ ഇയറാണ്. ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ വിളിച്ചാണ്ട് പോയതാണ്. അമ്മോ എമ്മ വ്യൂടാ, പോന്നല്ല. അവനോട് പ്രത്യേകം പറഞ്ഞ കാര്യം ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം അറ്റത്തേക്ക് പോയിട്ട് ഷോട്ടുകളൊന്നും എടുക്കണ്ട, നീ ഒറ്റയ്ക്കാന്നുള്ള കാര്യം മറക്കരുത് എന്നുള്ളത്. അവൻ്റെ അപ്പോ അമ്മേ എന്നാടാ, അടിപൊളി സ്ഥലമല്ലേ, സൂപ്പർ സ്ഥലമാണ്. സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി, മനോഹരം. അവിടെ എന്താ ഫാക്ടറി എന്തോ ഉണ്ട് കേട്ടോ, പുക പോകണ്ട. കൊള്ളാം. ഇനി താഴത്തേക്ക് ഇറങ്ങുന്നില്ല. ഞാൻ ഇനി മേലേക്ക് പോവാം. നമുക്ക് ആദ്യത്തെ പരിപാടി തന്നെ ടെൻറ്റ് പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടെൻറ്റ് പിച്ച് ചെയ്യൽ നിർബന്ധം, വേറെ ഒന്നുമല്ല. ഇരുടാവണത് മാത്രമല്ല, നമുക്ക് വിറകുണ്ടാക്കണം. ഈ ടെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ടെൻറ്റ് പിച്ച് ചെയ്യണതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഒരു 3-4 കഷ്ണം പുല്ലിടണം. ഇതുപോലത്തെ പുല്ല്. അതായത് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ ടെൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ആയിട്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഏരിയ ഒന്ന് ഉഷാറാക്കി അടിച്ചു വരണം. ഇവിടുത്തെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഒന്ന് അരിയൊക്കെ ആരും ഇങ്ങോട്ടേക്ക് വരണ്ടെന്നൊന്നും പറയില്ല. പക്ഷെ വരുന്നവർ നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വരെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. നമ്മൾ ഒരു ദിവസം വന്ന് നിന്നാൽ ഇതാണ് അവസ്ഥ. വളരെ സങ്കടമുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ. എന്ത് ഭംഗിയാ അത് നോക്കി നിങ്ങൾ. എന്തോരം ഭംഗിയാണ് ഈ സ്ഥലത്തേക്ക് കാണാൻ, നല്ല അതിമനോഹരമായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ആക്കണം അപ്പുറത്തന്നെ ഒരു മല ഉണ്ടെങ്കിൽ എന്ത് ഭംഗിയാണ്. അതുപോലെ തന്നെ താഴെ ഭാഗത്തൊക്കെയുള്ള കാട്, ഇതിൽ ഒരുപാട് സസ്തനികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ജാക്കോളുകളുണ്ട്. അപ്പോൾ ഈ ചൂട് കൊണ്ടിനെ കൊണ്ട് വയ്ക്കുന്നത് പോലെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ടെൻറ്റ് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. നല്ല കാറ്റുള്ള സ്ഥലം. അപ്പോൾ ചങ്ങന്മാരെ, ഇതാണ് നമ്മളുടെ ടെൻറ്റ്. കണ്ടാ, ഇതാണ് നമ്മളുടെ ടെൻറ്റ്. ഡെക്കാത്തോളിനാണ്. പക്ഷേങ്കിൽ ഇത് എൻ്റെ ടെൻ്റല്ല. ഈ ടെൻറ്റ് നമ്മളുടെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. കഴിഞ്ഞ വീഡിയോ ഞാൻ ഓട്ടോ ഓടുന്ന വീഡിയോ കണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടവർക്ക് അറിയാം ഈ ടെൻറ്റ് എവിടെ നിന്ന് കിട്ടിയതെന്ന് എങ്ങനെയാണെന്നുള്ളത്. അത് കാണാത്തവർക്ക് ഞാൻ പറഞ്ഞു തരുവാണ്. അതായത് മിസ്മിൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് കരുവാര കൊണ്ടുള്ളതാണ്. പഠിക്കുന്ന പയ്യനാണ്. അപ്പോൾ അവന് ഹരിയർ ഫോർട്ടിലേക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് പോയിരുന്നു.
അപ്പോൾ ആ ഒരു പോക്ക് പോയെന്ന് അവന് വാങ്ങിയൊരു ടെൻ്റാണിത്. ഏതാണ്ട് 10,000 വിലയുള്ള ടെൻ്റാണ്. നമ്മുടെ ടെൻറ്റിൻ്റെ ശോചനീയാവസ്ഥ കണ്ടിട്ട് അവന് തൽക്കാലം നമുക്ക് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ വേണമെങ്കിൽ സ്വന്തമായിട്ട് എടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അവന് നമുക്ക് വേറെ ടെൻറ്റ് വാങ്ങിക്കണം, അതുവരെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിന് ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലൈൻ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വാറണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് കീറിയാലും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ടെൻറ്റ്. അടക്കട്ടെ. അത് നമ്മുടെ ഏച്ചൂട്ടാം. പിന്നെ ഇതിനകത്ത് വേറെ ടൂൾ ബോക്സും കൂടി ഉണ്ട്, ഒരു ടൂൾസിൻ്റെ ഏരിയ കൂടി ഉണ്ട്. അതിനകത്ത് എന്താ നോക്കാം നമുക്ക്. ഇതിൻ്റെ റോപ്പ് ഉണ്ട് പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമുക്ക് അടിച്ച് താത്താനുള്ള കമ്പികളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അതിനകത്തുണ്ട്. നമുക്ക് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വലിച്ചു കെട്ടേണ്ടി വരുവാണെങ്കിൽ അതിനുള്ള സാധനം ഉണ്ടെന്ന് പറയാം. ഓ വൈറ്റാ എൻ്റെ പൊന്നോ, ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പുതിയ സാധനമാടാ. നമ്മളൊരു പുതിയൊരു പീസ് കൊണ്ടുവന്നിട്ടത് പോലെ ഉണ്ട് ഇത് കണ്ടിട്ട്. പക്ഷേ ഇത് വൈറ്റാ. അപ്പോൾ ഇതെന്താ അതൊക്കെ തോന്നുന്നു അതിൻ്റെ ഈ മഴ പെയ്യുമ്പോഴൊക്കെ മേലിടാൻ വേണ്ടിയിട്ടുള്ള അതാണ് ഡൗട്ടുണ്ട്. ഈ സാധനത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്താ മച്ചാൻ, ഇത് അടിപൊളിയാണല്ലോ, സൂപ്പർ സാധനം. അതായത് ഇതിൻ്റെ നമ്മളതിൻ്റെ ഈ സാധനം ഈ കമ്പറിന് പൊട്ടിയിരുന്നത്, പക്ഷേ എങ്കിൽ ഇതിൻ്റെയൊക്കെ നല്ല വണ്ണമുണ്ട്, അതുപോലെ തന്നെ ഒരു ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാടാ. ഒരു വിധത്തിൽ ഞാൻ ഇട്ടിക്കണേ മക്കളെ. എന്നാ വലിയ ടെൻ്റാടാ ഇതേ. 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന ടെൻ്റാണ്. അവനോട് പറഞ്ഞു 3 പേർക്ക് കിടക്കാൻ പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്നൊക്കെ പറയുന്നത്. എന്നാ സ്പേസ് അല്ല ഇതിൻ്റെ ഉള്ളിൽ. 3 പേർക്ക് ഒന്നല്ല 5 പേർക്ക് സുഖമായിട്ട് കിടക്കാം. അത്ര കണ്ട് സ്ഥലമുണ്ട് ഇതിനകത്ത്. ഞാനും കൊക്കൊക്കെ ആണെങ്കിൽ ഞങ്ങളെപ്പോലത്തെ 5-6 പേർക്ക് കിടക്കാം. പിന്നെ ഇവിടെ ഒരു ജനാല് പോലെയുള്ളൊരു സംഗതി ഉണ്ട്, കൊള്ളാലേ. പിന്നെ ഈ സൈഡൊക്കെ ഉണ്ടാ മിസ്മില്ല ഇത് കാണുന്നുണ്ടാവുമല്ലോ വീഡിയോ. അപ്പം എന്താ വെച്ചാൽ ഇത് എനിക്ക് ഫസ്റ്റ് തൊഴിലാണ് നടന്നത്. അവിടെ എങ്ങനെ ഇടുക എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ തന്നെ അല്ലേ ഇത് ഇങ്ങനെ തന്നെയാണ് ഇപ്പം എൻ്റെ ആയിന്ന്. പക്ഷേ എങ്കിൽ എനിക്ക് ഇതിൻ്റെ ഡൗട്ട് എന്താ വെച്ചാൽ എനിക്കൊന്ന് ഈ കമ്പി ഇതിൻ്റെ താഴത്തു കൂടെ വരുന്നത്, മനസ്സിലായോ? അപ്പോഴാണ് ഇത് രണ്ടും പാടെ ഇങ്ങനെയൊക്കെ. ഇതൊക്കെ ഇങ്ങനെ വേറിട്ടിരിക്കുകയാണ്. പ്രശ്നമില്ല, നോക്കാം നമുക്ക്. ഓ മൈ ഗോഡ്. ഇപ്പം ഇങ്ങനെയാണ്. വാ, ഇതിങ്ങനെ ഇട്ടതിന് ശേഷം ഇതിന് ഇവിടെ അങ്ങനെ ഓരോ കുളത്തുണ്ട് താഴെ ഭാഗത്ത്. ഈ ഒരു കുളത്തിങ്ങനെ കൊളുത്തി കൊടുക്കുക. ഇങ്ങോട്ട് വാടാ. അങ്ങനെ വെക്കും. ടെൻറ്റിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പം ഇതിലെങ്ങനെ എന്താ എയർ കണ്ടീഷണറാ സാധനം പൊള്ളി. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ 2 സിബ് ഉണ്ട്. കയറണമെങ്കിൽ ആദ്യം ഇത് തുറക്കണം, എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ടെൻറ്റ് മൊത്തത്തിൽ ഈ ഒരു ലുക്കാണ്. ഈ ഒരു മേലിട്ട സംഭവം എന്താ വെച്ചാൽ അത് ഈ പറഞ്ഞ മാതിരി ഈ മഞ്ഞ് ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതാണ്. സൺസെറ്റ് ഞാൻ കാണാൻ വേണ്ടി പറ്റില്ലായിരുന്നല്ലേ. അപ്പം അങ്ങനെ ചെറിയൊരു പൊട്ടായിട്ട് നിൽക്കുകയാണ്. ആ കാർമേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആടിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സൺറൈസ് എന്തായാലും നമുക്ക് കിട്ടുന്നതാണ് കരുതുന്നത്. അത് ഇവിടെ ഉണ്ടാവുക. നമ്മുടെ ബാഗ് ഐറ്റംസൊക്കെ നമുക്ക് ടെൻറ്റിനകത്തേക്ക് കയറ്റി വെക്കാം. സിബ്ബയുടെ ഒരു താജ്മഹൽ തന്നെയാട്ടത്. പിന്നെ റൂഫ് ടോപ്പിലുണ്ട ഇതൊക്കെ ലൈറ്റൊക്കെ തോർത്തിടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള. അതുപോലെ തന്നെ പിന്നെ അതിൽ ജനാലുണ്ട്. പക്ഷേ ആ ജനാല് കിട്ടണമെങ്കിൽ നമ്മൾ ഈ മേലത്തെ ഇത് ഒഴിവാക്കണം, എന്നാൽ ജനാലായിട്ട് കിടക്കും. പിന്നെ നല്ല വൈറ്റാണ്. പിന്നെ ഇതിൻ്റെ താഴത്തു കൂടെ വെള്ളം കയറില്ല. അതാണ് തെക്കാത്തോളിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇതിലും വെള്ളം കയറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടെൻറ്റ്. ഇനി എനിക്ക് കുറച്ച് വിറക് കിട്ടണം. അവനെ വിറക് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പോയാലോ. താഴെ ഭാഗത്തേക്ക് നോക്കി നിങ്ങൾ, നല്ല ചെറിയൊരു കോടൽ മഞ്ഞോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്ത് ഭംഗിയത് കാണാനറിയോ. അതുപോലെ തന്നെ താഴെ ഭാഗമാണ് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അങ്ങോട്ടേക്ക് പോയിട്ട് വിറക് എടുക്കാം. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ വിറക് എടുത്തിട്ട് നമ്മൾ നേരെ കയറ്റം കയറി പോരണം. ഇങ്ങോട്ട് മേൽഭാഗമാണ്. അതായത് അവിടെയും കുറച്ച് റബ്ബർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് തന്നെ ഇറങ്ങുന്നില്ല. അവിടെ ആ ഒരു മരം പൂത്ത് നിൽക്കുന്നത് കാണുന്നത് എന്ത് ഭംഗിയറിയാം. അതിനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഞാൻ നേരത്തെ എടുത്തൊരു ഷോട്ട് ഈ ഒരു മരത്തിൻ്റെ കൊമ്പിൽ നമ്മുടെ ക്യാമറ തൂക്കിയിട്ടായിരുന്നു. അത്തരത്തിൽ ഞാൻ കുറച്ച് ഷോട്ടുകൾ 1-2 ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ കമൻറ്റ് ചെയ്താണ് കേട്ടോ.
എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് ട്രിപ്പ് പോകുന്ന മൂടാ, ഒരു ട്രിപ്പ് മൂടാണ് എനിക്കുള്ളത്. കാരണം അത്ര കണ്ട് ഭംഗിയടാ, നല്ല ഭംഗിയടാ, നല്ല ഭംഗി. അയ്യോ അയ്യോ, ഇവിടെയൊക്കെ വിറകുണ്ടാക്കിയിട്ടുണ്ടല്ലോ. വാവ്, വാട്ട് ഈസ് ദിസ്? ഞങ്ങളോട് പോന്നപ്പോൾ പറഞ്ഞിരുന്നു ഇവിടെ മയിലുകൾ ഉണ്ട് എന്നുള്ളത്. ഒരു മയിൽപ്പീലിയല്ലേ ഈ കാണുന്നത്? ആഹാ, നല്ല മനോഹരമായിട്ടുള്ളൊരു പീലിയല്ലേ. എന്തായാലും കൊള്ളാം. നമുക്ക് ഇവനെ കാണുന്നൊരു ഭാഗത്ത് ഇങ്ങനെ വെക്കാം, നമുക്കെന്നെ കൊണ്ടുപോകണം. ഇതിലൊക്കെ ഉണ്ടല്ലോ മുള്ളമ്പായം. ഇത് മുള്ളമ്പായത്തിൻ്റെ മരം ആയതുകൊണ്ടാണ് ഇത് ആരും വെട്ടാതെ അവിടെ വെച്ചിട്ടുള്ളത്. അങ്ങോട്ടേക്ക് പോകണോ? റബ്ബർ തന്നെ അല്ലേ. ഇവിടെ നോക്കുമ്പോൾ അവിടെ ഒരു കൊള്ളി. അത് പറ്റില്ല, ഇത് പറ്റില്ലടാ. പരമഭൂതിയാണ്. പൂതിൽ പിടിച്ചിട്ടേ ഇവനൊന്നും പറ്റില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിറകായിട്ട് മാറിയുണ്ട്. ആഹാ, അവിടെ നല്ല കൊമ്പുണ്ട്, പക്ഷെങ്കിൽ ഒരുപാട് മേലെയാണ്. ഇതും പൂതലെങ്ങേമാരെ, ഇതും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കായൊന്നുമില്ലല്ലേ. വാ, ചെങ്ങന്മാരെ, അതിലങ്ങോട്ട് പോകേണ്ടി വന്ന് കുറച്ച് വിറക് കിട്ടാൻ. ഈ വിറക് ഇത് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, നമുക്കൊരു വള്ളി കൊണ്ട്, വള്ളിയല്ലത്, അങ്ങോട്ട് ആ വള്ളിയാ, ഇങ്ങനെ വള്ളി കൊണ്ട് കെട്ടിയിട്ട് വേണം കൊണ്ടുപോവാ. ഈ വള്ളി അത്ര വലിയ സ്ട്രോങ് ഉള്ള വള്ളിയല്ല, ഒരു ചെറിയ വള്ളിയാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് കെട്ടൊക്കെ കെട്ടാൻ പറ്റുമോ? കെട്ടൊക്കെ പോയിട്ട് ഇതിന്റെ ആകെ കെട്ടൊക്കെ പോയിക്കണേ. നമ്മളപ്പോൾ ക്യാമ്പ് ഫയറിന് ചെറിയ രീതിയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ പരിപാടി, ഈ 2 കല്ലുകൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചതാട്ടോ. ഇതെന്താ വെച്ചാൽ നമുക്ക് അടുപ്പ് വേണ്ടേ. അപ്പോൾ നമുക്ക് നല്ല കനമുള്ള വിറകുകൾ വേണം. വിറക് കനമുള്ള തന്നെയാണ്, ഒന്ന് കൊത്തി കയറിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇങ്ങനത്തെ ഒറ്റപ്പൊളിയെങ്കിലും പൊളിക്കുമ്പോഴാണ് നമുക്ക് നല്ല കനൽ വേണേ. നമ്മളിന്ന് പൊള്ളിക്കാന്നുള്ള പരിപാടിയിലാണുള്ളത്. നല്ല രീതിയിൽ ക്യാമ്പ് ഫയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ചിക്കനിലേക്ക് മസാല കയറ്റണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി കേട്ടോ. ഒരു വലിയൊരു മല, ആ മലൻ്റെ മുകളിൽ ഞാൻ മാത്രം. എനിക്ക് ലെഗ് പീസാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഒരു അൽഫാം പീസ് ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകിയിട്ടില്ല. നമ്മളെന്താ വെച്ചാൽ കോരുന്ന വഴിയിൽ വാങ്ങിയിട്ട് പോകണം. നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയണമെന്ന് നാളെ ഒരാൾ കമൻറ്റ് ചെയ്ത് വേറെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഞാൻ നമ്മളെന്ന് പറയുന്നത് നിങ്ങളെയും കൂടി കൂട്ടിയിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിൽ കണ്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറയണം കേട്ടോ. വേറെ ആരും ഉണ്ടായിട്ടല്ല. കത്തി കുറച്ച് ഇവിടെ ഇരുന്ന് കേൾക്കാം. ഇതിൻ്റെ നെയ്യ് ഇതൊക്കെ ഞാൻ ഇപ്പം തന്നെ അടുപ്പിച്ചിടാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇങ്ങനെ നന്നാക്കും. അതിന് ശേഷം നമ്മൾ കിടന്നതിന് ശേഷം ചിലപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കേട്ട്, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇതിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് വരുന്നുണ്ടാവാം ഇവിടുത്തെ ജന്തുജാലങ്ങളൊക്കെ. ഇവിടുത്തെ ജന്തുജാലം പറഞ്ഞാൽ വലിയ ഡേഞ്ചർ ആയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇനി ഷൂ കഴിച്ചു വെക്കാം. കഴിച്ചാണ്ട് ഇവിടെ പുറത്ത് വെക്കണ്ട അല്ലേ, ഇപ്പം തന്നെ അകത്തേക്ക് അവിടെ വെച്ചാൽ, കാരണം അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രാണി എന്തെങ്കിലും കയറിയാലും വലുത് കയറിയാലൊക്കെ പണിയാവും. നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഞാൻ പേപ്പർ പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് ഞാൻ തന്നെ. പക്ഷേ ഞാൻ അത് വിട്ട് പോകില്ല കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതിൻ്റെ മസാല ഒറ്റ പീസായതുകൊണ്ട് പാകത്തിന് എടുക്കുന്നുള്ളൂ. ഉപ്പ്, മല്ലി, മുളകാണ്. ഇത് ഓവറായി കഴിഞ്ഞാൽ നമുക്ക് വയറിന് പിടിക്കില്ല, പണി കിട്ടും. കുറച്ച് ഉപ്പ്, അതിലേക്ക് വെളിച്ചെണ്ണ, ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാണുമെന്നറിയില്ല, നൈറ്റാണ്. പിന്നെ മാത്രമല്ല വെളിച്ചത്തിൻ്റെ പരിമിതി ഉണ്ട്, പാറ ആയതുകൊണ്ട് ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിൽ പരിമിതി ഉണ്ട്. ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഈ ഒരു ടൈം ആയതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ക്യാമറ പല ആംഗിളിൽ വെക്കാം. പിന്നെ അത് മാത്രമല്ല എൻ്റെ ക്യാമറൻ്റെ സ്റ്റാൻഡ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല ആംഗിളിൽ വെക്കുന്ന പരിപാടി തൽക്കാലം നടക്കില്ല. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസ് നൈസായിട്ട് ഇങ്ങനെ കയറ്റി പിടിപ്പിച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും നല്ല രീതിയിൽ പിടിക്കുന്നത് പോലെ അങ്ങോട്ട് കയറ്റി കൊടുക്കാം. മസാല കയറ്റുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി മറന്നൊരു കാര്യമാണ്. ഞാൻ ഇപ്പം ഇങ്ങനെ കൈ കഴിയപ്പോൾ ഓർത്തത്, നാരങ്ങ വാങ്ങിയിട്ടുണ്ട് നമ്മൾ. നാരങ്ങ ഉണ്ടെങ്കിൽ അടിപൊളിയായി സാധനം. അത് വെച്ചണ്ട അതിൻ്റെ കുരുവൊക്കെ നൈസായിട്ട് ഇങ്ങനെ ഒഴിവാക്കിയിട്ട്
എന്നിട്ട് പിഴിഞ്ഞ് കൊടുത്തോണ്ടല്ലോ. ആഹാ, കൈയൊക്കെ കേക്ക്. ഈ നേരം വരെ നമ്മൾ ഇപ്പം സമയം എന്ന് പറയുന്നത് 7:25 കഴിഞ്ഞ് 7:30 ആവാനായിട്ടുണ്ട്. നമ്മൾ ഓടി ബാബനെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തോ എനിക്ക് പറഞ്ഞതുപോലത്തെ ആ ഒരു പേടിയൊക്കെ പോയി. എനിക്കിപ്പോൾ ഇങ്ങനെ അടിച്ചു നോക്കാനൊന്നും തോന്നാറില്ല. അന്ന് ആ പുഴക്കരയിൽ കിടന്നപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ അത്യാവസ്ഥ മനസ്സിലായത്. ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയുണ്ട് നമ്മുടെ നാട്ടിലെ. അപ്പോൾ ഇക്കാൻ്റെ പേര് ബാപ്പുട്ടി എന്നാണ്. ബാപ്പുട്ടിയാക്കാന്ന് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ ബാപ്പുട്ടിയാക്കിനോട് പറഞ്ഞു, കൃഷ്ണ നീ ഈ പുഴക്കരയിലും മലൻ്റെ മേലെ കിടന്ന് ഓരോന്ന് കണ്ട് പേടിച്ച് പണിയാക്കാൻ നിൽക്കണ്ട, സമനില തെറ്റിട്ടോ എന്നൊക്കെ മൂപ്പര് പറഞ്ഞോട്. ഇല്ല ഒക്കെ ഞാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതെന്നും പറഞ്ഞു. അപ്പം നമ്മുടെ പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ പ്രേതം. ആ ഒരു ചിന്തയാണ് നമ്മളെ അലട്ടുന്നത്. അല്ലാതെ നമ്മൾക്കിപ്പോൾ ഇവിടുന്ന് ഒരു പുലി വരുന്നത്, ഒരു ആന വരുന്നത്, ഒരു പാമ്പ് വരുന്നത്, അതൊന്നും നമുക്ക് അത്ര വലിയ പ്രശ്നമല്ല. അതിനേക്കാൾ വലിയ പ്രശ്നം നമുക്ക് പ്രേതമാണ്. അതുകൊണ്ടാണ് നമ്മളിൽ പലരും രാത്രിയിൽ ക്യാമ്പിങ് ചെയ്യാനും അതുപോലെ തന്നെ രാത്രി ഇറങ്ങി നടക്കാനും ഒക്കെ പേടിക്കുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് 1-2 ക്യാമ്പിങ്ങിലും അതുപോലെ തന്നെ പുഴക്കരയിൽ ഫസ്റ്റ് ഒരു ദിവസം ആ ഒരു മരണപ്പെട്ട ആളുകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ ആ ഒരു കുണ്ടിൽ കിടന്ന ആ ഒരു ടൈമിലൊക്കെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തായിരുന്നു. ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പേടി, മൃഗങ്ങളെല്ലാം ശ്രദ്ധിക്കണം, ഭഗവാനെ പ്രേതം ആ ഒരു മൈൻഡ്. പിന്നെ എനിക്ക് മനസ്സിലാവല്ല പിന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ ക്യാമ്പ് ചെയ്യാൻ, എന്നെപ്പോലെ വീഡിയോ ഒന്നും നിങ്ങൾ എടുക്കുന്നുണ്ടാവില്ല, പക്ഷെ ക്യാമ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തെ ഓർത്താണ്ട് പേടിച്ച് വെറുതെ ക്യാമ്പ് ചെയ്യാതിരിക്കരുത്. എന്ത് സുഖറേ പാറയിൽ ഇങ്ങനെ കാലൊക്കെ നീട്ടി വാവോ ഭയങ്കര സുഖരെ. എന്താ സുഖം. അതുപോലെ തന്നെ ഞാൻ ഈ ടെൻറ്റ് തന്ന ചെക്കൻ്റെ പേര് മിസമ്മിൽ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ മിസമ്മിൽ എന്നല്ല, മിസമ്മിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലെടുത്തിട്ട് ഞാൻ അപ്പം അതാണ് കയറി വരാൻ കാരണം. മുസമ്മിൽ MU ആണ്, MI അല്ല, മുസമ്മിലാണ് അവൻ്റെ പേര് കേട്ടോ. ബാക്കിൽ ചെമ്മലയിലൂടെ നല്ല നടക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ചെമ്മലപ്പട്ടയാവാം, ജാക്കുകളാകാം, മുള്ളം പന്നിയാവാം, അല്ലാന്നാണെങ്കിൽ മറ്റേതേലും സസ്തനികളാവാം. അതായത് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഒരു ലൈറ്റ്, അങ്ങനെ ലൈറ്റുകൾ കാണാൻ വേണ്ടി പറ്റുന്നില്ലേ. ഞാൻ താഴേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണത്. ഇനി ഇതിനേക്കാൾ വലിയൊരു കാഴ്ച അവിടെ അപ്പുറത്ത് കാണിക്കാനുണ്ട്. പോക്ക് കുറച്ച് ഭയാനകമാണ്. എന്നാൽ പോലും നമ്മൾ പോയി നോക്കാം. നമ്മൾ വന്നപ്പോൾ കണ്ട 2 പാറകൾ. ഈ പാറയിലൊന്നും ആരുമില്ല. കണ്ട ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ചുറ്റിനിപ്പോൾ ലൈറ്റൊന്നുമില്ല. നമ്മൾ ആ ടെൻ്റ് അടിച്ചു കൊടുത്ത് മാത്രം ചെറിയ ലൈറ്റ് ഉണ്ട്, വേറെ എവിടെ ലൈറ്റൊന്നുമില്ല. എത്രങ്ങാനും ലൈറ്റ് താഴേക്ക് കാണുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ചിക്കനെ നൈസായിട്ട് ചിക്കൻ മാറ്റുന്നതിന് മുമ്പ് എൻ്റെ കൈയൊന്ന് പൊള്ളിയിട്ടാ. ഇപ്പം ഈ വിറകുമൊന്ന് കളിച്ചപ്പോഴേ എൻ്റെ കൈയൊന്ന് ഇവിടെ കനല് ഭയങ്കര ചൂട്. കൈയാണെങ്കിൽ പണിയായും ചെയ്തു. ഓക്കെ, ഒന്ന് കിടക്കട്ടെ. ഒരു വലിയൊരു വമ്പല്ല അവിടെ നെയ്റ്റ് കൊണ്ടപ്പോൾ നല്ല വെയിറ്റ് ആയിരുന്നു. അങ്ങനെ ഗ്രില്ല് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കന് ഇതൊന്നും കൂടി മസാല ഒന്ന് നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ട് നാരങ്ങാക്കൂരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് നൈസായിട്ട് കയറ്റി വെക്കാം. സൗണ്ട് ഏട്ടങ്ങൾ ചീറിയാണ്. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിയാൻ വേണ്ടി അയക്കരുത്. എന്നാൽ തന്നെ ചെറിയ രീതിയിൽ എന്തോ ഒരു ചതവ് പറ്റിയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. കേൾക്കണ്ട നിങ്ങള്? ജാക്കോളുകളാണ്. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. എനിക്കറിയില്ല നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നുള്ളതൊക്കെ അറിയില്ല.
എന്നോട് നല്ല ഇറങ്ങി വന്നത്. ഇനി ഇറങ്ങി ചെല്ലാൻ എനിക്ക് വയ്യെന്ന് പറഞ്ഞ എൻ്റെ സേഫ്റ്റി എനിക്ക് നോക്കണ്ടേ. അതുകൊണ്ട് ജാക്കോളുകളാണ് ഇവിടെ ഉണ്ടാവന്മാർ. ഞങ്ങളത് നിങ്ങളെ കേൾപ്പിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ നിങ്ങളെന്നും പറഞ്ഞ് പറ്റിക്കുക അല്ലെങ്കിൽ എന്നും നിങ്ങളെ പേടിപ്പിക്കുക എന്നുള്ള മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവും. ചില ദിവസം നമ്മൾ ക്യാമ്പ് ഫയർ ഇട്ടാൽ എവിടേക്കും എത്തില്ല. ഇവിടെ ഇട്ടത് പക്ഷേങ്കിൽ തീ ഇങ്ങോട്ട് വരെ പടർന്ന് പിടിച്ചു. കണ്ടങ്ങൾ നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത് ഇതാണ് മക്കളെ. തണുത്ത് പറഞ്ഞിട്ടുണ്ട്. കണ്ടങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വേറിട്ട് വീഴ്ചയാണ്. അടിപൊളി അല്ലേ. ഇവിടുന്ന് ഒരു പീസ് എടുത്ത് കാണിക്കാന്ന് എഴുതിയിട്ടാണ്. ഇതിൻ്റെ പൊണ്ടാട്ടി ഉണ്ടാക്കി തന്നിട്ടുള്ള ചപ്പാത്തി ഉണ്ട്. അതും ഈ പറഞ്ഞതുപോലത്തെ ചിക്കൻ പൊള്ളിച്ചതും. നമ്മുടെ വിറക് ഫുള്ള് കഴിഞ്ഞേ അവസാനമായിട്ട് ഇനി ഇവരെന്നെ ഉള്ളിൻ്റെ കൂടെ. ഞാൻ ഇവിടെ തൊട്ടടുത്ത് മുറിച്ചിട്ടുള്ള ചെടികളാണ്. ചെടികൾ എന്ന് പറഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ കത്തും. ചെങ്ങന്മാരെ ക്യാമ്പ് ഫയറൊക്കെ ഓഫായി ഏതാണ്ടൊക്കെ. അപ്പോൾ ഇത് ചായപാത്രമാണ് പുറത്തന്നെ വെക്കുന്നത്. അതുപോലെ തന്നെ മുളക് പൊടി ഉണ്ട്, മസാല, വെളിച്ചെണ്ണ ഇതൊക്കെ പുറത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ടെൻറ്റ് ഫുള്ള് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വെള്ളം വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നും എടുക്കാനില്ല. ഈ 2 കത്തിയും ടോർച്ചും അതും തന്നെ നമ്മൾ ഉള്ളിൽ വെച്ചു. കാലുമത്തെ പൊടിയൊക്കെ തട്ടണം. ഓക്കെ, നമ്മൾ അടക്കാൻ വന്ന ട്രൗസ് അടക്കാം. ക്ലോസ്. ഇനി ഇവിടുത്തെ രാജാവ് നമ്മളാണ്. കിടക്കണമെങ്കിൽ ഈ സാധനം വിരിച്ചു കഴിഞ്ഞാൽ നല്ല സുഖം. നല്ല സുഖമാണ്. ഓക്കെ, സ്ലീപ്പിംഗ് ബാഗ് റെഡി. മേൽഭാഗം എന്ത് സുഖറിയാ. എത്ര അങ്ങനെ വലിയ ടെൻ്റ്. ഈ ടെൻ്റ് ഈ പാറക്ക് കുറച്ച് കായമായുണ്ട്. അത്ര വലിയ സുഖമുള്ള ഒരു പാറയും നല്ലത്. എന്തൊക്കെയാലും ഇപ്പം സമയം മീൻസ് 10 മണി 10:03 ഞാൻ അങ്ങനെ കിടന്നിട്ടുണ്ട്. രാവിലെ കാണാം നമുക്ക് അല്ലേ. ഓക്കെ, നേരം ഒത്തിട്ടാണ് വൈൻഡപ്പ് അല്ലാട്ടാ. ചങ്ങന്മാരെ സമയം ഏറെക്കുറെ അതിക്രമിച്ചു എന്നാക്കി തോന്നുന്നത്. 6:35 സൺറൈസൊക്കെ വേണം പറഞ്ഞിട്ട് നമ്മൾ എന്നാ വ്യൂ. ഇത് മറ്റേ ഒരു വാലി വ്യൂ കിട്ടുന്നില്ല എനിക്ക്. ഓവാലിയിലൊക്കെ പോയ പോലുള്ളൊരു ഫീൽ എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ. നമ്മുടെ ടെൻറ്റ് എന്താ സൺറൈസ് ആയില്ല കേട്ടോ. സൺറൈസ് എപ്പോഴപ്പോൾ അത് ഒന്നിലേറെ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. എൻ്റെ ഇതിൻ്റെ സ്റ്റാൻഡ് കംപ്ലൈൻ്റ് ആയിട്ടാ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ അടിയിലൊക്കെ ഒന്ന് പൊന്തിച്ച് കൊടുക്കുകയൊക്കെ വേണം. അതിമനോഹരം, അതിഗംഭീരം. ആ ഭാഗത്ത് മാത്രമല്ലല്ലോ, ഇങ്ങനെ ഫുള്ളായിട്ടൊരു എന്താ പറയുക 180 നമ്മൾക്ക് വ്യൂ ആണ്. 180 ഡിഗ്രി വ്യൂ. 180ൻ്റെ മേലെ ഉണ്ട് അല്ലേ. നമുക്ക് അപ്പുറത്തും കൂടി ഒന്നുമില്ലേ, അമ്മയ്ക്കും കൂടി ഒന്ന് പോവാം. ഇന്നലെ നമ്മളാ ഒരു പുലർച്ചെ ഇവിടെ ഈ ഭാഗത്ത് കൂടെയൊക്കെയാണ് നായ്ക്കളാണെന്നൊക്കെ തോന്നുന്നത് ഇതിൽ നടന്നിരുന്നത്. ഏതായാലും അത് ഗംഭീരമായി. നായ
ഓ എൻ്റെ മക്കളെ സൂപ്പർ വ്യൂ അല്ലേ. രാവിലെ തന്നെ നമ്മൾ ഉറങ്ങി എണീറ്റ് എന്നിട്ട് നമ്മൾ കാണുന്ന കാഴ്ച ഇത്തരത്തിലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും അല്ലേ, അന്നത്തെ ദിവസം തന്നെ അടിപൊളിയായിരിക്കും. എല്ലാ ദിവസവും ഇത്തരം കാഴ്ചകൾ കണ്ട് എണീക്കുന്നവരുണ്ട്, പക്ഷെ അവരുടെ കാര്യമല്ല പറഞ്ഞത്. അവർക്ക് പിന്നെ അത് ശീലമായി, അവർക്കത് കണ്ട് കണ്ട് ഒന്നും അല്ല എന്നുള്ള ലെവലിലേക്ക്. പക്ഷെ നമ്മൾ കാണാത്തവർക്ക് കാണുമ്പോഴേ അത് വല്ലാത്തൊരു ഫീലാണ്. ആഹാ, അതിസുന്ദരമായൊരു സ്ഥലം. ലൈറ്റായിട്ട് കോടയൊക്കെ ഉണ്ട്, കാണുന്നുണ്ടാ. അതുപോലെ തന്നെ താഴെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി ലൈറ്റായി കണ്ടതാണ്. താഴെ വീടുകളുണ്ട്, പക്ഷികൾ പറക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഭയങ്കര രസം. വാവ്, കൊള്ളാം. ഞാൻ നിങ്ങളെ കാണിക്കാതെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിട്ടോ. ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാതെ എങ്ങനെടേ ഇവിടെ നിന്നും പോവാ. എത്ര പെട്ടെന്ന് ചായ തണുത്തത് അറിയോ, കാരണം അത്ര കണ്ട് തണുപ്പുണ്ട് ഇവിടെ, നല്ല തണുപ്പാ, കൊള്ളാം. പക്ഷേ സൂര്യൻ എപ്പോഴും വരുന്നില്ലടാ. ഈ കല്ലൊക്കെ ഇവിടെ അങ്ങനെ ഉണ്ടായതുകൊണ്ടായി കാരം ഇതിന് കല്ലുമല എന്ന് പേര് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ മനോഹരമായുള്ള ഈ സ്ഥലത്ത് കിടന്നപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉണ്ടായ ഒരു വിഷയം, എന്തോ ജന്തുജാലം പാഞ്ഞത് കാര്യങ്ങളൊക്കെ. പിന്നെ പുലർച്ചെയാകാൻ നേരത്ത് ഉണ്ടായിട്ടുള്ള നായ്ക്കളാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ഞാൻ കേട്ടതുപോലൊക്കെ ഒരു ഓർമ്മ കിട്ടുന്നുണ്ട്. അവരെ ശരിക്കും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുന്നില്ല, കാരണം അവരിതിലേക്ക് ഇങ്ങനെ നടന്ന് എന്തൊക്കെയോ തിന്നാണ്. ഒന്നൊന്നല്ല, ഒരു 2-3 ഉണ്ടാവും എന്ന് കരുതുന്നു. കാരണം ടെന്റിന്റെ ബാക്കിലും ഉണ്ടായിരുന്നു, ഞാൻ കിടക്കുന്ന ആ സൈഡൊക്കെ ഉണ്ടായിരുന്നു. ടെന്റുമ്പോൾ ഒന്നും തട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ നല്ല സുഖസുന്ദരമായിട്ട് കിടന്നു. ഞാൻ ഇന്നലെ രാത്രി ഒരു 11 മണി 11:30 ആയപ്പോൾ ആ റേഞ്ചിൽ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നിട്ടുണ്ടാവും. ആ ഒരു റേഞ്ച് ആയപ്പോൾ തന്നെ അപ്പം കിടന്നിട്ട് ഞാൻ പുലർച്ചെ 3:30ക്കാണ് ഞാൻ അറിയണത്. അത്രയും നേരം വരെ ഞാൻ യാതൊരു വിഷയമില്ലാതെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഇവന്മാരുടെ ശല്യം ചെയ്യൽ. വേറെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു മലയുടെ മുകളിൽ ഉണ്ടായിട്ടില്ല. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിനി ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കണം, എന്നിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുക, ഇറങ്ങുക എന്നുള്ളതാണ്. പിന്നെ സൺറൈസ് ഇപ്പോഴും ഇല്ല കേട്ടോ. ഇപ്പം സമയം ഒരുപാടായിട്ടുണ്ട്, ഇപ്പോഴും സൺറൈസ് കാണാൻ കിട്ടുന്നില്ല. ഞാൻ പോണതിൻ്റെ മുമ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. ഇപ്പം 7 മണി ആയിട്ടുണ്ട് സമയം. ഞാൻ പോണതിൻ്റെ മുമ്പ് ആളെ കാണുവാണെങ്കിൽ ഞാൻ കാണിക്കുന്നതാണ്. ഇല്ലാന്നാണെങ്കിൽ ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോവും. അപ്പം നമ്മുടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാനപ്പോൾ ഇവിടെ നൈസായിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഒന്ന് നോക്കുന്നത്. എത്ര നേരം വെയിറ്റ് ചെയ്താലോ കാണാമെന്ന് അറിയില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യാനില്ല. നമ്മളേറെ കാത്തിരുന്ന ആ ഒരു കാഴ്ച സുഹൃത്തുക്കളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ഏറെ കാത്തിരുന്ന ആ ഒരു കാഴ്ച അതാ അവിടെ ഒരു ചെറിയൊരു പൊട്ട് പൊട്ടിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് കടന്നത്. ഓൻ്റെ മക്കളെ സൺറൈസ് ആടാ, അതിമനോഹരമാണ്. എന്താ പറയുക, നമുക്ക് അത്ര വലിയൊരു വ്യൂ കിട്ടുന്നില്ലെങ്കിലും ശരിക്കും എങ്ങനെ പൊന്തി വരുന്ന കാണുന്നുണ്ടോ നിങ്ങൾ? അതിമനോഹരം, അതിഗംഭീരമാണ്, വല്ലാത്തൊരു ഫീലാണ് തരുന്നത്. ഷോ, എന്നാ പറയാനാ. അങ്ങനെ പൂർണ്ണമായിട്ട് ഏതാണ്ടൊക്കെ പൊന്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയും ഭാഗം പൊന്താനേ ഉള്ളൂ. സൺറൈസ് നമ്മൾക്ക് കിട്ടിയിരിക്കുകയാണ്. അത് പശ്ചിമഘട്ടത്തിൻ്റെ ബാക്കിൽ കുടുങ്ങിയിട്ടാട്ടാ. ആള് പശ്ചിമഘട്ടത്തിൻ്റെ ബാക്കിലായിരുന്നു, അവിടെ നിന്നാണ് ആൾ പൊന്തിയിട്ട് വരുന്നത്. അപ്പം ഇനി സൺറൈസ് കിട്ടിയില്ല എന്നുള്ള ഒരു പരാതി നമ്മൾക്കില്ലല്ലോ. സൺറൈസ് ഓക്കെ അല്ലേ? എന്നാൽ പിന്നെ ഈ ഒരു മനോഹരമുള്ള സ്ഥലത്തുനിന്ന് ഞാൻ വിട വാങ്ങുകയാണ് സുഹൃത്തുക്കളെ. കൊള്ളാം. ഞാൻ ടെൻ്റൊന്നും കഴിച്ചില്ല, ടെൻറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പോഴല്ലേ ഇത് കാണുന്നത്, അതിമനോഹരമായിട്ടുള്ള കാഴ്ച. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താനും എന്തായാലും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യണം. നമ്മളെ വീഡിയോ കാണാത്ത ആരിലൊക്കെ ഉണ്ടെങ്കിൽ വന്ന് നമ്മളുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ ഈ ഒരു ഫാമിലി മെമ്പർ ആവട്ടെ സുഹൃത്തുക്കളെ. ദയവ് ഇതൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.